ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു തലശ്ശേരി കോടതിയിൽ നിന്ന് പ്രതാപൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. എന്നാൽ അതിന് ഒരു ദിവസം മുൻപ് ശ്രീനാ പ്രതാപൻ്റെ 4 കേസുകളുള്ള ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ശ്രീനാ പ്രതാപൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 4 കേസുകളിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് കേസ് ഫയൽ ചെയ്തത് നവംബർ മാസം 19-ാം തീയതിയാണ്. എന്നാൽ അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആ നീക്കത്തെ ശക്തമായി എതിർക്കുകയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൻ്റെ വിധി വന്നത് 3/12/2025 ശ്രീനാ പ്രതാപന് വേണ്ടി ഷബ്ന മറിയമാണ് കോടതിയിൽ ഹാജരായത്. അതുപോലെ സർക്കാരിന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഹാജരായിരുന്നു. എന്തായാലും ഈ കേസിലൊക്കെ ശ്രീനാ പ്രതാപൻ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ 19-ാം തീയതി ഇതിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് നടന്നു. 21-ാം തീയതി, 25-ാം തീയതി, 28-ാം തീയതി, 1-ന്, 2-ന്, 3-ന്, അങ്ങനെ അവസാനം 3-ാം തീയതി ഈ കേസ് തള്ളിക്കളയുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ അവസ്ഥയിൽ വേണമെങ്കിൽ പോലീസിന് ശ്രീനാ പ്രതാപനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. നമുക്കറിയാം, മുൻപ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 1070/2023 എന്ന കേസിലാണ് ഇതുപോലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത ജാമ്യവ്യവസ്ഥകളോടെ ശ്രീനാ പ്രതാപന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞതിന് ശേഷം 1.5 മാസത്തോളം ഒളിവിലായിരുന്നു ശ്രീമതി ശ്രീനാ പ്രതാപൻ. അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുകയായിരുന്നു.